കഴിഞ്ഞ ദിവസം ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഷെയ്ഖ് ഹംദാൻ എത്തിയത്. സ്വീകരിച്ചത് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ. അതിനാണ് ഈ ജൂദാസ് ഇങ്ങനെ കിടന്ന് അലറുന്നത്. മറ്റൊന്നും കൊണ്ടല്ല. ഈ ജൂദാസ് എന്ന് പറയുന്നവൻ, അവന്റെ പേരാണ് ഫൈസൽ കാരാട്ട്, ഒരു യൂട്യൂബ് ബ്ലോഗറാണ്. ഈ ഫൈസൽ കാരാട്ട് എന്ന് പറയുന്ന ഈ ജൂദാസിന്റെ പണി മറ്റുള്ളവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ, മുസ്ലിമായി ഇരുന്ന് എന്ന് പറഞ്ഞാൽ മുസ്ലിം പേരിത നാമധാരിയായി ഇരുന്ന് മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാരത്തിന്റെ അടുത്തുനിന്ന് പണം വാങ്ങിച്ച് അവനല്ലെങ്കിൽ ഒറ്റുകൊടുത്ത്, അതാണ് ജൂദാസ് എന്ന് പറയുന്നത്, ഒറ്റുകൊടുത്ത് പണം ഉണ്ടാക്കുക, സമ്പാദിക്കുക. ഇങ്ങനെ പല പ്രശ്നങ്ങളും, ഇത്തരത്തിലുള്ള വീഡിയോകൾ, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിൽ വന്നു, സ്വീകരിച്ചത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിന്റെ മന്ത്രി, കേരളത്തിൽ നിന്നുമുള്ള കേന്ദ്രത്തിന്റെ ഒരു മന്ത്രി സ്വീകരിച്ചത്. അതിലെന്താണ് ഇത്ര ഒരു അത്ഭുതം? ഇവനത് എടുത്തു പറയാൻ അതൊരു മറ്റു ചർച്ചയാവുകയോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ മുസ്ലിം സമൂഹങ്ങൾ അതിനെതിരെ എതിർക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചർച്ചാ വിഷയങ്ങളാവുകയോ TV ചാനലുകൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ നോർമൽ ഒരു വിദേശത്ത് നിന്ന്, ഒരു അന്യ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു പ്രധാനമന്ത്രിയോ അതല്ലെങ്കിൽ ഒരു ഷെയ്ഖ്, ഒരു ഭരണത്തിൽപ്പെട്ട ഷെയ്ഖ്, ഭരണത്തിൽപ്പെട്ട ഒരാൾ വരികയോ ആരെങ്കിലും വരുമ്പോ സാധാരണ അല്ലേ ഒരു എന്താ പറയാ, ഒരു രാജ്യത്തിന് മറ്റുള്ള പ്രധാനമന്ത്രി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു മന്ത്രി സ്വീകരിക്കുക എന്നുള്ളത്. അത് സുരേഷ് ഗോപിക്ക് സ്വീകരിക്കാനുള്ള ചാൻസ് കിട്ടി. ഒരു പ്രശ്നങ്ങളുമില്ല. അദ്ദേഹം വന്നോ അല്ലെങ്കിൽ ഒരു ചർച്ചയുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല അതിനെതിരെ. ഈവൻ ഈ ഫൈസൽ എന്ന് പറയുന്നവൻ, അവൻ പറയുന്നുണ്ട് അവന്റെ വീഡിയോയിൽ, അത് കണ്ട് മറ്റുള്ളവർക്ക് കുരു പൊട്ടും. കുരു പൊട്ടുന്നത് ഇവനാണ്. ഇവന് കുരു പൊട്ടിയിട്ട് ഇരിക്കാൻ വയ്യ, ചന്തിന്റെ ഉള്ളിലെ കുരു പൊട്ടിയിട്ട്. ഈ കള്ള തായോളി പണം ഉണ്ടാക്കുന്നത് സ്വന്തം സമൂഹത്തെ അല്ലെങ്കിൽ സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളെ വിറ്റുകൊണ്ടാണ്. എങ്ങനെ? അവർക്കെതിരെ വല്ലതും സംസാരിച്ച് സംഘപരിവാരത്തിനെ സൂചിപ്പിച്ച് ഈ BJP-യെയും RSS-നെയും സൂചിപ്പിച്ച് പണം ഉണ്ടാക്കി ആ പണം കൊണ്ട് ഞമാന്ന് ഞണ്ണി ജീവിക്കുക. എന്തൊരു കഷ്ടമാണ്! BJP മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്ന് വിളിച്ചു പറയുന്ന സകല ആളുകളുടെയും മണ്ടക്കടിയേറ്റതുപോലെയുള്ള മറ്റൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള സുരേഷ് ഗോപിയെ വലിയ സ്വീകരണം കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കണ്ട് കുരു പൊട്ടുന്നവര് അറബിക്കഥ സിനിമയില് ശ്രീനിവാസൻ ബാത്റൂമിൽ പോയിട്ട് നിലവിളിക്കുന്ന ഒരു സീനുണ്ട്. അതേപോലെ എവിടെയെങ്കിലും പോയിട്ട് നിലവിളിക്കൂ.